ശ്രീമാൻ പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രി പല അവസരങ്ങളിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാടവം നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ്. പല ഗൗരവമായ വിഷയങ്ങളിലും അദ്ദേഹത്തിന് ശക്തമായ നിലപാടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ളൊരു നേതാവില്ലായിരുന്നുവെങ്കിൽ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് മാത്രം CPM ഇന്ന് പിടിച്ചു നിൽക്കുകയില്ലായിരുന്നു. അദ്ദേഹം ഒരാളുടെ കഴിവ് മാത്രമാണ് ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസം ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഒരു നേതൃത്വം നൽകാനുള്ള ഒരു വ്യക്തി പോലും ആ പാർട്ടിയിൽ നിന്നും വളർന്നു വരുന്നില്ല. ഛിന്ന ഭിന്നമായി പോകുന്നതിനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ പോലെ കഴിവുള്ള വ്യക്തികളെ നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിലും കെ കരുണാകരനാണ് അദ്ദേഹത്തിന് തുല്യം വയ്ക്കാവുന്ന ഒരു നേതാവ്. അദ്ദേഹത്തെ പോലെ തന്നെ ആഭ്യന്തരം നല്ലപോലെ കൈകാര്യം ചെയ്യുകയും നിശ്ചയ ദാർഢ്യത്തോട് തന്നെ ഇവരുമായി മല്ലടിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ്. എന്നിരുന്നാലും എല്ലാ സമുദായങ്ങളെയും സമൂഹങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് ശ്രീമാൻ പിണറായി വിജയന് നല്ലൊരു കഴിവുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. ഒപ്പം തന്നെ ഒരു പ്രത്യേക മേഖലയിലുള്ള ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള പ്രീണനം അദ്ദേഹം അതിശക്തമായി കൊണ്ടുപോകുന്നതും നമ്മൾ പല ചരിത്രത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. കണ്ണൂർ ജില്ല പോലെയുള്ള പ്രദേശങ്ങളിൽ കമ്മ്യൂണിസം നിലനിൽക്കണമെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള മുസ്ലിമുകളെ പ്രീണിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തമായി പഠിച്ചൊരു നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ. അതുകൊണ്ട് മാത്രം അദ്ദേഹം ആ ഒരു സമുദായത്തോട് പ്രീണനം കാണിക്കുന്നതായിട്ട് പല അവസരങ്ങളിലും നമുക്ക് കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം എപ്പോഴും മുസ്ലിം തീവ്രവാദത്തെ ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. അതിനുള്ള ഉദാഹരണങ്ങളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം CAA പോലെയുള്ള സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് പോലെയുള്ള നിയമങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് ശ്രീ മോഡിജിക്ക് സർവ്വ പിന്തുണ കൊടുത്തത് ശ്രീ പിണറായി വിജയനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എല്ലാ സുഡാപ്പികളും പിടിച്ചോ, കേരളത്തിലേക്ക് കൊണ്ടുവരെ, ഞാൻ വേറെയും ജയിലുകൾ പണിതു തരാം, ഇവിടെ പൂട്ടിയിടാം. അത്തരം സൗകര്യം മോഡിജിക്ക് ചെയ്തു കൊടുത്തൊരു നേതാവാണ് ശ്രീ പിണറായി വിജയൻ. ഇത്തരം സൗകര്യം BJP സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോ അതുമല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്നവരോ വേറെ ആരും ചെയ്തു കൊടുത്തിട്ടില്ല. CAA നടപ്പിലാക്കുന്നതിന് വേണ്ടി മോഡിജിക്ക് ഏറ്റവും കൂടുതൽ ശക്തി നൽകിയ നേതാവ് ശ്രീമാൻ പിണറായി വിജയനാണ്. എന്നാൽ സുഡാപ്പികളെ കാണുമ്പോൾ അദ്ദേഹം നിങ്ങളാണ് വലുത് എന്നും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹത്തിന് അറിയാം. ഈ അടുത്ത അവസരത്തിൽ തന്നെ അദ്ദേഹം ഒരു വിഷയം വന്നപ്പോൾ ഹിന്ദു പത്രത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, മലപ്പുറം ജില്ലയിൽ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും കള്ളക്കടത്ത് നടത്തുന്നു, അവർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സ്വർണം കടത്തുന്നു, അതുപോലെ ഇന്ത്യ സർക്കാരിനെ എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ തുറന്നു പറഞ്ഞതിന് ശേഷം, കാരണം അദ്ദേഹം ഇനി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധ്യത വളരെ കുറവാണ്. ഈ ഒരു പിണറായി വിജയന് മുമ്പ് ഇതുപോലെ തുറന്നു പറഞ്ഞ വ്യക്തികളാണ് AK ആന്റണി പറഞ്ഞു, ന്യൂനപക്ഷങ്ങൾ സംഘടിതമായി നിന്ന് വില പേശി അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ എന്തൊക്കെയോ നേടിക്കൊണ്ടുപോയി. മാറാട് കലാപം, ഇന്ന് നമ്മൾ കാണുന്ന ഈ വഖഫ് മുഗൾ സാമ്രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ടും 1400 വർഷം മുമ്പുള്ള സുഡാപ്പികളുടെ ഭരണത്തിലേക്ക് മുഗൾ സാമ്രാജ്യം നമ്മുടെ ഇന്ത്യ ദേശത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുമാണ് നിലനിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പൈശാചിക ബന്ധനത്തിൽ നിന്നുകൊണ്ടാണ് AK ആന്റണി പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ അദ്ദേഹത്തിന്റെ കൊക്കിന് പിടിച്ച് വാങ്ങിയെടുക്കുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത തലമുറ അനിൽ ആന്റണി BJPയിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ പറഞ്ഞു, ഈ ഇസ്ലാമിക തീവ്രവാദം, ലവ് ജിഹാദ്, PFI, SDPI അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. എന്നാൽ ഇവർക്കൊന്നും പിന്നീട് ഭരണത്തിൽ കയറാനോ ആന്റണിക്ക് പറഞ്ഞ നിമിഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ട വന്നു. അത്രം ശക്തമാണ് ഈ ഒരു ന്യൂനപക്ഷം, 20% വരുന്ന കേരളത്തിലെ ന്യൂനപക്ഷം. അതേപോലെ തന്നെ VS അച്യുതാനന്ദനും ഈ പ്രീണനം ഉണ്ടായിരുന്നെങ്കിൽ, വടക്കുള്ള ഈ സമുദായത്തെ പ്രീണിപ്പിച്ച് നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ VS അച്യുതാനന്ദന് 2ാം തവണ
സീതാറാം യെച്ചൂരി കയറിയിരുന്നോളാൻ പറഞ്ഞേനെ. പക്ഷെ അദ്ദേഹത്തിന് ഒഴിവാക്കിയത് പ്രീണനം ഇല്ലാത്തതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ സാധിക്കാത്തത്. അതേപോലെ തന്നെയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞ പിന്നെ 2 ആഴ്ചയ്ക്ക് ശേഷം പി ജയരാജൻ പറഞ്ഞു, കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ തീവ്രവാദവുമായി നടക്കുന്നു, പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദവുമായി മലപ്പുറം, കോഴിക്കോട് പോലെയുള്ള ജില്ലകളിൽ നടക്കുന്നു എന്നുള്ളത് പി ജയരാജൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതാനായി. അദ്ദേഹം RSSനെതിരെയും കോൺഗ്രസിനെതിരെയൊക്കെ മല്ലടിച്ച് ബോംബ് രാഷ്ട്രീയം കണ്ണൂരൊക്കെ കൊണ്ടു നടന്നിരുന്ന പി ജയരാജൻ പോലും പറഞ്ഞു, ഈ തീവ്രവാദം നമുക്ക് ഭൂഷണമല്ല, നല്ലതല്ല, അത് വളരെ ഗൗരവത്തിലേക്കാണ് പോകുന്നത് എന്ന് അദ്ദേഹവും പറഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് എന്താ ഇവരിപ്പോൾ കാണിക്കുന്ന ഇത് 2026 എന്ന ഇലക്ഷന്, നിയമസഭാ ഇലക്ഷന് ഒരു പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ബഹുഭൂരിപക്ഷം ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകളെ അവരുടെ പെട്ടിയിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രം. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ മാർക്സിസ്റ്റ് പാർട്ടിയെയോ നമുക്ക് നമ്പാൻ കൊള്ളില്ല. അവർ കാലാകാലങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് ഹൈന്ദവ ക്രൈസ്തവ വോട്ട് വാങ്ങി പറ്റിക്കുക എന്നുള്ളത് അവരുടെ ഒരു എഴുതി വെച്ച നിഘണ്ടുവിലുള്ള കാര്യമാണ്. ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഹൈന്ദവ ക്രൈസ്തവ വോട്ട് ഇപ്പുറത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞ് വാങ്ങുകയും അപ്പുറത്ത് ചെന്ന് ഈ അവസാനം 2026 ഇലക്ഷൻ അവസരവാദികളാണ് ലീഗ്. ഈ ലീഗ് 2026 ഇലക്ഷൻ കഴിയുന്ന സമയത്ത് ഒരു അല്പം സീറ്റുമായി കൊണ്ടുവന്നിട്ട് മരുമകനെ മുഖ്യമന്ത്രി ആക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാല് ലീഗിന് നമ്മന്റെ ആള് അവിടെ കയറ്റിയിരുത്തുന്നതിന് വേണ്ടി ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെയും CPMനെയും നമുക്ക് നമ്പാൻ കൊള്ളില്ല. കേരളത്തില് അവര് ചരിത്രപരമായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഗതികെട്ട് ഇറങ്ങിപ്പോന്നതാണ് അനിൽ ആന്റണി പോലെയുള്ള നേതാക്കള്. ഇനിയും അവസരങ്ങളുള്ള നേതാക്കൾ നമുക്ക് പത്മജ വേണുഗോപാല് അങ്ങനെയുള്ള നേതാക്കൾ ഗതികെട്ടിട്ടാണ് ഈ പാർട്ടിയിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായിട്ടും നമുക്ക് ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റും പി ജയരാജന്റെ പുസ്തകവും. ഇങ്ങനെയുള്ള സാഹചര്യം ഇനി നമുക്ക് കാണാനിരിക്കുന്നത് ഇപ്പൊ EP ജയരാജന്റെ പുസ്തകം പുറത്തു വരാനിരിക്കുകയാണ്. അദ്ദേഹം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു, അദ്ദേഹം വ്യക്തമായിട്ടും BJPയിലേക്കുള്ള വാതിലുകൾ അദ്ദേഹത്തിന് തുറന്നു കിടക്കാണ്. അദ്ദേഹം ഈ പുസ്തകം എഴുതി BJPയിലേക്ക് പോകാനായിട്ടുള്ള ഇത് തയ്യാറെടുപ്പ് ആണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. അപ്പൊ CPM എന്ന പാർട്ടി ഇനി ഉണ്ടാകാൻ പോകുന്നത് ഒരു പക്ഷെ ഇങ്ങനെയുള്ള ഹൈന്ദവ ക്രൈസ്തവരെ ഒന്നും കൂടിയും സൂചിപ്പിക്കുകയും അപ്പുറത്തുള്ള തീവ്രവാദികളുടെ ഇതുകൾ തുറന്നു കാണിച്ച്, പക്ഷെ ഇപ്പുറത്ത് വോട്ട് പിടിച്ച് മുസ്ലിം ലീഗിനെ UDFിൽ നിന്ന് ചാടിച്ച് LDFിൽ കൊണ്ടുവന്ന് ഭരണത്തിൽ കയറാനായിട്ടുള്ള ഒരു കുതന്ത്രമാണോ ഇതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പുറത്ത് നമ്മന്റെ ആള് മുഖ്യമന്ത്രി ആവും എന്ന് പറഞ്ഞാല് UDFിൽ നിന്ന് ലീഗ് എപ്പ ചാടിയെന്ന് ചോദിച്ചാൽ മതി. നമ്മൾ വളരെ അധികം അലർട്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇനി സംഭവിക്കാൻ പാടില്ല. കോൺഗ്രസ് പാർട്ടിക്ക് നല്ല അടി കിട്ടും, കാരണം ലീഗ് ചാടും ചെയ്യും. ലീഗിന്റെ ഞാനൊരു വളരെ ഹാസ്യമായിട്ട് പറയാം, കോൺഗ്രസ് പാർട്ടി അവരുടെ അണ്ടർവെയർ ഊരി ലീഗിന് കൊടുത്തിരിക്കുകയാണ്. അണ്ടർവെയർ ഊരി കൊടുത്തിരിക്കുന്ന സ്ഥിതിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ അവിടെ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി ഭരണത്തിൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ വരിക എന്നുള്ളത് ഹൈന്ദവ ക്രൈസ്തവ കൂട്ടർക്ക് വളരെ ദോഷമായിരിക്കും. മുഗൾ സാമ്രാജ്യം വീണ്ടും വരുന്നതിന് തുല്യമായിരിക്കും. വഖഫും ശരീഅത്തും തിരിച്ചു വരുന്നതായിരിക്കും നമ്മുടെ സാഹചര്യം. എന്നാൽ പിണറായി വിജയന്റെ ഉള്ളിലുള്ള വലിയൊരു സംഘമിത്രം പിണറായി വിജയന്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുന്നുണ്ട്. പക്ഷെ ഈ ഒരു പ്രായത്തിൽ അദ്ദേഹത്തിന് ചാടി അങ്ങോട്ട് പോകാൻ സാധ്യമല്ലാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം കമ്മ്യൂണിസം പറഞ്ഞ് നടക്കുന്നത്. നമ്മൾ വളരെ അധികം അലർട്ടായിരിക്കണം.